നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് ആണ് ബയോ-സവാർട്ട്സ് ലോ. ഒരു കറണ്ട് പോകുന്ന വയറിന്റെ അടുത്ത് നമ്മളൊരു കോമ്പസ് നീഡിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ കോമ്പസ് നീഡിൽ ഓഫ് കോഴ്സ് എന്ത് ചെയ്യുന്നു? ഡിഫ്ലക്ട് ചെയ്യുന്നു. ഇലക്ട്രോൺസുകൾ വയറിൽ ജസ്റ്റ് മൂവ് ചെയ്യുമ്പോൾ തന്നെ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഫീൽഡിന്റെ ഡയറക്ഷൻ അത് എത്രത്തോളം സ്ട്രോങ് ആണ് എന്നെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ ആണ് ബയോ-സവാർട്ട്സ് ലോ. അപ്പോൾ ഒരു ചാർജിനെ സംബന്ധിച്ചിടത്തോളം ആ ചാർജ് റെസ്റ്റിലിരിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഒരു ചാർജ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത്. സോ ബയോ-സവാർട്ട്സ് ലോയുടെ ഡെറിവേഷനിൽ നമ്മൾ എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? ഒരു കറന്റ് ക്യാരിയിങ് സെഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു കറന്റ് ക്യാരിയിങ് എലമെന്റിന് അല്ലെങ്കിൽ കറന്റ് ക്യാരിയിങ് ലൈനിനെ നമ്മൾ എടുക്കുന്നു. അതിന്റെ ഒരു ചെറിയ പോർഷൻ ആണ് DL. ഇതിലൂടെ I എന്ന കറന്റ് ആണ് ഈ ഒരു ലൈൻ സെഗ്മെന്റിലൂടെ ഫ്ലോ ചെയ്തു പോകുന്നത്. ഈ പോയിന്റിൽ നിന്ന് R എന്ന ഡിസ്റ്റൻസിൽ P എന്ന് പറഞ്ഞ വേറൊരു പോയിന്റ് ഉണ്ട്. അപ്പോ ഈ ഒരു ചെറിയ എലമെന്റ് കാരണം P എന്ന് പറഞ്ഞ പോയിന്റിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഇത് വരയ്ക്കണം. അതിനുശേഷം നമ്മൾ ഇതിന് വിളിക്കുന്ന പേരാണ് കറണ്ട് എലമെന്റ്. ഈ ഒരു പോയിന്റും നമ്മൾ എടുത്ത ലൈനും സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് പറയുന്നത്. സോ ലോ എന്താ സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. The magnetic field at a point due to small element DL is directly proportional to current through the conductor. കറണ്ടിനെ നമ്മൾ I ആണ് ഇവിടെ ഓൾറെഡി എടുത്തിരിക്കുന്നത്. കറണ്ട് ത്രൂ ദ കണ്ടക്ടർ I DL ആൻഡ് സൈൻ തീറ്റ. തീറ്റ എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ സ്മോൾ എലമെന്റ് DL ആൻഡ് R ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R സ്ക്വയർ. സോ ഈ ഡെഫിനിഷനിൽ നിന്ന് തന്നെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് DBയുടെ എഴുതാൻ പറ്റും. DB ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ടും DLും സൈൻ തീറ്റയാണ്. അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു IDL സൈൻ തീറ്റ എന്ന് എഴുതാം. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R സ്ക്വയർ ആണ്. സോ ഇവിടെ നമ്മൾ എന്താണ് ഈ ഡെഫിനിഷനിൽ പറയുന്നത്? ഈ സ്മോൾ എലമെന്റ് DL കാരണം Pയിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? ആ ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനോടും ആ ചെറിയ എലമെന്റൽ വെക്ടർ DLനോടും അത് സബ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ആംഗിളിന്റെ സൈനിനോടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പിന്നെ എന്തിനോടാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ? ആ ഒരു എലമെന്റൽ വെക്ടറും അല്ലെങ്കിൽ ആ ഒരു എലമെന്റും ഈ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിനോടാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. നമുക്ക് ഇനി നെക്സ്റ്റ് എന്തായാലും നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു എഴുതണം. സോ DB ഈക്വൽ ടു μ0 ഡിവൈഡഡ് ബൈ 4 IDL സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ R സ്ക്വയർ ആണ്. μ0 എന്താണ്? പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. μ0യുടെ വാല്യൂ 4 into 10⁻⁻⁷ ആണ്. അപ്പോ μ0/4 വാല്യൂ എന്താവും? ഈക്വൽ ടു 10⁻⁻⁷ ആണ്. ഇതാണ് നമ്മുടെ ബയോ-സവാർട്ട്സ് ലോയുടെ ഇക്വേഷൻ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോ-സവാർട്ട്സ് ലോയുടെ വെക്റ്റർ ഫോം ആണ്. വെക്റ്റർ ഫോം ആയിട്ട് ഈ ഒരു ഇക്വേഷനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? R cap ഡിവൈഡഡ് ബൈ R, അതായത് ഏതൊരു വെക്ടറിനെയും നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ R cap ഡിവൈഡഡ് ബൈ R വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. സോ μ0/4 IDL സൈൻ തീറ്റ ഇൻറ്റു R ഡിവൈഡഡ് ബൈ R സ്ക്വയർ ഇൻറ്റു R. സോ നമ്മൾ R cap ഡിവൈഡഡ് ബൈ R വെക്ടർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് വെക്ടർ ഫോം കിട്ടുന്നത്. സോ ഇവിടെ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ എഴുതാം? μ0/4 IDL R സൈൻ തീറ്റ
ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ എന്തായി മാറും? ആർ ക്യൂബ് ആയിട്ട് മാറും. സോ ഐ ഡി എല്ലിനെ മ്യൂ 0/4 ഐ ഡി എൽ ആർ സൈൻ തീറ്റനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഐ ഇൻറ്റു ഡി എൽ ക്രോസ് ആർ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് ആണ്. കാരണം ഡി എൽ ക്രോസ് ആർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർ ഡി എൽ സൈൻ തീറ്റ എന്നാണ് കിട്ടുക. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ പോർഷനെ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഡി എൽ ക്രോസ് ആർ ആക്കി മാറ്റുന്നത്. അപ്പോൾ ഇതാണ് ബയോ സവാർട്സ് ലോയുടെ വെക്റ്റർ ഫോം.